കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ജനാധിപത്യ മൂല്യങ്ങളുടെയും വോട്ടർമാരുടെ ഉയർന്ന ബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ പുതിയ ഭരണമാറ്റങ്ങളിലൂടെയും അധികാര കൈമാറ്റങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അണിയറയിൽ ശക്തമാകുന്ന ഒരു പ്രവണതയെ വിസ്മരിക്കാൻ നമുക്ക് കഴിയില്ല. അത് മറ്റൊന്നുമല്ല, രാഷ്ട്രീയ കുടുംബങ്ങളുടെ ആധിപത്യം തന്നെയാണ്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായ സവിശേഷത ക്യാബിനറ്റ് പദവികളിലേക്ക് എത്തുന്ന പ്രമുഖ നേതാക്കളുടെ മക്കളുടെയും ബന്ധുക്കളുടെയും എണ്ണമാണ്. മുൻ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരുടെയും അടക്കമുള്ള 6 പ്രമുഖ നേതാക്കളുടെ മക്കളും ഒരു സിറ്റിംഗ് എംപിയുടെ ഭാര്യയും ഉൾപ്പെടെ 7ഓളം പേരാണ് ഇത്തവണ ഭരണത്തിന്റെ തലപ്പത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു യാദൃശ്ചികതയായി തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പാരമ്പര്യവും കുടുംബ മഹിമയും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ വർഷങ്ങളോളം തെരുവുകളിൽ സമരം ചെയ്തും കൊടിപറപ്പിച്ചും കെട്ടിപ്പടുത്ത പ്രസ്ഥാനങ്ങളുടെ അമരത്തേക്ക് നേതാക്കളുടെ കുടുംബക്കാർ അനായാസം കടന്നു വരുന്നത് ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. ഒരു വശത്ത് ഇത് കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന വിമർശനം ഉയരുമ്പോൾ, മറുവശത്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ സാധിക്കുമെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. പുതിയ മന്ത്രിസഭയുടെ ഘടനയെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഈ പാരമ്പര്യ രാഷ്ട്രീയത്തിന്റെ വിവിധ തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ മന്ത്രിസഭയിൽ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി ചൂണ്ടിക്കാണിക്കാവുന്നത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ എക്കാലത്തെയും കരുത്തനായ നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരന്റെ തിരിച്ചുവരവാണ്. ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അദ്ദേഹം വീണ്ടും സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. മുൻപ് എ.കെ. ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന അദ്ദേഹം അന്ന് നിയമസഭാ അംഗം അല്ലാത്തതിനാൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നിരുന്നു. രാഷ്ട്രീയത്തിലെ നിരവധി പരീക്ഷണ ഘട്ടങ്ങളും ഉയർച്ച താഴ്ചകളും താണ്ടി വീണ്ടും ഒരു ക്യാബിനറ്റ് പദവിയിൽ അദ്ദേഹം എത്തുമ്പോൾ അത് കരുണാകരൻ എന്ന രാഷ്ട്രീയ നാമത്തിന്റെ കേരളത്തിലെ സ്വാധീനം ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിലും ഇത്തവണ പാരമ്പര്യത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. ലീഗിന്റെ ജനകീയ മുഖവും നിയമസഭയിൽ തന്റെ തനതായ ശൈലി കൊണ്ട് ശ്രദ്ധേയനുമായിരുന്ന പി. സീതി ഹാജിയുടെ മകൻ പി.കെ. ബഷീർ ഇത്തവണ മന്ത്രിസഭയിൽ ഇടം പിടിച്ചിരിക്കുന്നു. ആദ്യമായാണ് അദ്ദേഹം ഒരു മന്ത്രിപദം അലങ്കരിക്കുന്നത് എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലാണ്. ഇതേ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു പ്രമുഖ നേതാവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്ന വി.കെ. ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ വി.ഇ. അബ്ദുൽ ഗഫൂറും ഇത്തവണ മന്ത്രിയാകുന്നുണ്ട്. ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക് തന്നെ നേരിട്ട് മന്ത്രിസ്ഥാനം ലഭിക്കുന്നു എന്നത് കുടുംബ സ്വാധീനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളിലേക്ക് നോക്കിയാലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. RSPയുടെ പ്രമുഖ നേതാവായിരുന്ന ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോൺ 2ാം തവണയാണ് മന്ത്രിസഭയിലെത്തുന്നത്. ചവറയിലെ രാഷ്ട്രീയ മണ്ണിൽ ബേബി ജോൺ പാകിയ അടിത്തറയാണ് അദ്ദേഹത്തിന്റെ മകന് ഇന്നും തുണയാകുന്നത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന ടി.എം. ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബും പുതിയ ക്യാബിനറ്റിന്റെ ഭാഗമാണ്. പിതാവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം പിറവം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം ഇത് 2ാം തവണയാണ് മന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. കേരള കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു മുതിർന്ന നേതാവായ പി.ജെ. ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫിന് ഇത്തവണ ചീഫ് വിപ്പ് പദവിയാണ് നൽകിയിരിക്കുന്നത്. പിതാവ് പതിറ്റാണ്ടുകളോളം കുത്തകയാക്കി വെച്ചിരുന്ന തൊടുപുഴ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തിയ അപ്പുവിന് സഭയിലെ ആദ്യ ഊഴത്തിൽ തന്നെ ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് സ്ഥാനം ലഭിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ 6 നേതാക്കളുടെ മക്കൾക്ക് പുറമെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം.പി. വി.കെ. ശ്രീകണ്ഠന്റെ ഭാര്യ കെ.എ. തുളസിയും മന്ത്രിസഭയിൽ അംഗമാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ ബന്ധങ്ങൾ കുടുംബത്തിനകത്ത് എത്രത്തോളം കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിത്. മക്കൾ രാഷ്ട്രീയത്തെയും പാരമ്പര്യ ഭരണത്തെയും എപ്പോഴും ശക്തമായി വിമർശിക്കാറുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. എന്നാൽ തൊട്ടുമുമ്പത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മന്ത്രിസഭ പരിശോധിച്ചാൽ വലതുപക്ഷത്തെ പോലെ തന്നെ കുടുംബ ബന്ധങ്ങൾക്കും പാരമ്പര്യത്തിനും അവിടെയും വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2ാമത് മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വിവാദങ്ങൾക്ക് വഴിവെച്ചതും അദ്ദേഹത്തിന്റെ മരുമകനായ പി.എ. മുഹമ്മദ് റിയാസിന് മന്ത്രിസ്ഥാനം നൽകിയതായിരുന്നു. ഡിവൈഎഫ്ഐയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന പദവി അദ്ദേഹത്തിന് മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളായ പൊതുമരാമത്തും ടൂറിസവും ലഭിക്കുന്നതിന് കാരണമായി എന്ന് പരക്കെ ആക്ഷേപമുയർന്നു. ഇതേ മന്ത്രിസഭയിലെ മറ്റൊരു പ്രമുഖ അംഗമായിരുന്ന ഡോക്ടർ ആർ ബിന്ദുവിന്റെ കാര്യവും സമാനമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. CPMലെ മുതിർന്ന നേതാവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന എ. വിജയരാഘവന്റെ ഭാര്യ എന്ന നിലയിലുള്ള സ്വാധീനം ബിന്ദുവിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന പദവിയിലേക്ക് എത്തുന്നതിന് വേഗത കൂട്ടി എന്ന വിമർശനം ശക്തമായിരുന്നു. ഘടകകക്ഷികൾക്കിടയിലേക്ക് നോക്കിയാൽ കേരള കോൺഗ്രസ് ബി നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ആർ. ബാലകൃഷ്ണപിള്ളയുടെ മകൻ കെ.ബി. ഗണേഷ് കുമാറും ഇടതുപക്ഷ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു. സിനിമയിലൂടെയും പിന്നീട് പിതാവിന്റെ രാഷ്ട്രീയ തണലിലൂടെയും പത്തനാപുരത്ത് വേരുറപ്പിച്ച ഗണേഷ് കുമാറിന് പലതവണ മന്ത്രിപദം അലങ്കരിക്കാൻ കഴിഞ്ഞത് ഈ പാരമ്പര്യത്തിന്റെ കരുത്തിലാണ്. ചുരുക്കത്തിൽ UDF ആയാലും LDF ആയാലും അധികാരത്തിന്റെ താക്കോൽ
താക്കോൽ സ്ഥാനങ്ങൾ വിതരണം ചെയ്യുമ്പോൾ രാഷ്ട്രീയ കുടുംബങ്ങൾക്ക് സവിശേഷമായ പരിഗണന ലഭിക്കുന്നുണ്ട്. ഇടതുപക്ഷം ആശയപരമായി ഇതിനെ എതിർക്കുമ്പോഴും പ്രായോഗിക രാഷ്ട്രീയത്തിൽ അവർക്കും ഇതേ പാത പിന്തുടരേണ്ടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെയോ അധികാരം ഏൽക്കുന്നതിനെയോ പൂർണ്ണമായി തെറ്റാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് കുട്ടിക്കാലം മുതൽക്കേ പൊതുപ്രവർത്തനത്തിന്റെ രീതികളും ഭരണകാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. ഇത് അവർക്കൊരു വലിയ പരിധിവരെ ഭരണപരമായ കാര്യങ്ങളിൽ പക്വത നൽകാൻ സഹായിച്ചേക്കാം. ഇവർ നേരിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരല്ല, മറിച്ച് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ചു വരുന്നവരാണ്. ജനങ്ങൾ അവരെ അംഗീകരിക്കുന്നിടത്തോളം കാലം അവരുടെ ജനപ്രീതിയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മറുവശമാണ് കൂടുതൽ ആശങ്കാജനകമായിട്ടുള്ളത്. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച താഴെത്തട്ടിൽ നിന്ന് ജനങ്ങളോടൊപ്പം ജീവിച്ച് വളർന്ന എത്രയോ നേതാക്കൾക്ക് അർഹമായ പരിഗണന ലഭിക്കാതെ പോകുമ്പോൾ നേതാക്കളുടെ മക്കൾക്ക് പാർട്ടിയിൽ പെട്ടെന്ന് തന്നെ വലിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നത് സാധാരണ പ്രവർത്തകരിൽ നിരാശ പടർത്തും. ഇത് പാർട്ടികളുടെ ആഭ്യന്തര ജനാധിപത്യത്തെ തകർക്കുകയും അവയെ കേവലം ഒരു കുടുംബ സ്വത്താക്കി മാറ്റുകയും ചെയ്യും. യോഗ്യതയ്ക്ക് മാനദണ്ഡം രാഷ്ട്രീയ പാരമ്പര്യവും നേതാവുമായുള്ള ബന്ധവുമാകുമ്പോൾ യഥാർത്ഥ പ്രതിഭകൾ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോകാൻ ഇത് കാരണമായേക്കാം. പിതാക്കന്മാരുടെ പേര് പറഞ്ഞു മാത്രം അധികകാലം രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. തങ്ങൾക്ക് ലഭിച്ച ക്യാബിനറ്റ് പദവികൾ വെറുമൊരു കുടുംബ മഹിമയുടെ ആനുകൂല്യമല്ലെന്നും ജനങ്ങളെ സേവിക്കാനുള്ള ഉത്തരവാദിത്തമാണെന്നും തെളിയിക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്. അധികാരത്തിന്റെ ചക്രങ്ങൾ തിരിയുമ്പോൾ അത് സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാകണം. വരും തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കുടുംബ പശ്ചാത്തലമില്ലെങ്കിലും കഠിനാധ്വാനത്തിലൂടെ ഉന്നത പദവികളിൽ എത്താൻ കഴിയുമെന്ന വിശ്വാസം ജനാധിപത്യത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. അതിന് ഇത്തരം പാരമ്പര്യ രാഷ്ട്രീയത്തിന് മുകളിലായി മെറിറ്റിനും കഠിനാധ്വാനത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ വളർന്നു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പുതിയ മന്ത്രിസഭയുടെ പ്രവർത്തനം ഈ ദിശയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുമോ അതോ പാരമ്പര്യത്തിന്റെ തണലിൽ ഒതുങ്ങിപ്പോകുമോ എന്ന് കാലം തെളിയിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.